പ്രിയങ്ങളെ, പനിയും വയ്യാഴിയൊക്കെ മാറി ഉഷാറായിട്ട് ഞാനിന്ന് ജോലിക്ക് വന്നു കേട്ടോ. വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം എനിക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഒരു പാഴ്സൽ വന്നു. ഒരുപാട് ദൂരെ ഇരുന്ന് എനിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഇതുപോലെ സർപ്രൈസ് ആയിട്ട് അയച്ചു തരുന്നത് എൻ്റെ ആതിരക്കുട്ടിയാണ്. ഇതും ആതിര അയച്ചു തന്നതാണ്. അപ്പൊ എന്തൊക്കെയാ വന്നേക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ല, നോക്കാം. ഒരു 7up ഉണ്ട്, പിന്നെ ജ്യൂസ് ഏതോ ഉണ്ട്, നോക്കട്ടെ. ഷാർജ ജ്യൂസ് ആണെന്ന് തോന്നുന്നു, നോക്കാം എന്തൊക്കെയാണെന്നറിയത്തില്ല കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഭയങ്കര ചൂടുണ്ട്. മോമോസ് അടുത്തത് കണ്ട. ഇനി അടുത്ത കവർ നോക്കട്ടെ. ബണ്ണ്, ഇതും ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. ഇതൊക്കെ എന്തുവാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ വയറ് നിറയ്ക്കാനുള്ള വിഭവങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ കഴിച്ചു തീർക്കും. എന്ത് സന്തോഷങ്ങളായാലും നമ്മളിലേക്ക് ചേർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവര് ദൈവം എനിക്ക് തന്നതിന് ദൈവത്തോട് നന്ദി, എൻ്റെ ആതിരക്കുട്ടിയോടും സ്നേഹം. അപ്പൊ ഇത് ഫുള്ളായിട്ട് കഴിച്ചു തീർക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല കേട്ടോ. എന്നാലും ഇത് ടേസ്റ്റ് ചെയ്യണം. എന്തായാലും ഇത് ആദ്യം അങ്ങോട്ട് കഴിക്കട്ടെ. ഒരുപാട് തണുപ്പ് വേണ്ട. മോമോസ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അത് 2 ഞാൻ കഴിച്ചു. പിന്നെ ദേ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് ഈ ചിക്കനും ഒരു പീസ് കഴിച്ചു. ഇതിനകത്ത് ഷാർജ ജ്യൂസ് ആയിരുന്നു, അത് ഞാൻ കുറേശ്ശായിട്ട് അങ്ങ് കുടിച്ച് തീർത്ത് ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്നേക്കും കേട്ടോ. പങ്കുവെച്ച് കഴിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു 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 സന്തോഷം. അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ഇനിയിപ്പം ഞാൻ കുട്ടിക്കും കുഞ്ഞുവിനും ഉള്ളത് ഞാൻ എടുത്ത് കൊടുക്കാൻ പൂപ്പനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല, കാരണം ഇവിടെ മോനുകുട്ട സ്കൂളിൽ നിന്ന് വന്ന് ആകെപ്പാടെ എന്തോ ഒരു മൂഡ് ഓഫിലൊക്കെ ആയിരുന്നു, ഫോൺ വിളിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ പോരുന്നു കേട്ടോ. അപ്പോൾ മോനുകുട്ടനുള്ളത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുവിനും ഞാനിക്കുട്ടിക്കും ഉള്ളതൊക്കെ കൊടുത്തു വിടാം.